ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴവും റവയും കൊണ്ടുള്ള വളരെ സോഫ്റ്റും ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. 2 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക. പഴം നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വഴണ്ട് കിട്ടണം. പഴം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി തവിയോ സ്പൂണോ കൊണ്ട് ഇതുപോലെ നമുക്ക് ഉടച്ചെടുക്കാം. പഴം നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. റവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഴവും റവയും ചേർത്ത് ഇതുപോലെ 1 മിനിറ്റ് നേരം റോസ്റ്റാക്കി എടുക്കാം. റോസ്റ്റാക്കാത്ത റവയാണെങ്കിൽ ഈ സമയത്ത് റോസ്റ്റ് ആയിക്കൊള്ളും. റവ റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ 1 മിനിറ്റ് നേരം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് റവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാലിൽ കടന്ന് റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മിക്സ് ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. മിക്സ് മുഴുവനായിട്ട് ഇതുപോലെ ഉരുളകളാക്കി മാറ്റിവെക്കാം. ഉരുട്ടിയെടുത്ത റവ ബോളുകൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പുറം ഭാഗം ഒന്ന് ചെറുതായിട്ട് ക്രിസ്പിയായി കിട്ടിയാൽ മതി. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളുകൾ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. മിക്സ് നന്നായിട്ട് വെന്തതാണ്. അതിനാൽ പുറം ഭാഗം മാത്രം ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതിയാകും. സ്നാക്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
താങ്ക്സ് ഫോർ വാച്ചിങ്.